എല്ലാ കാര്യങ്ങളും അള്ളാഹു മുന്നേ തീരുമാനിച്ചതല്ലേ? അപ്പോൾ നമ്മൾ പ്രണയിക്കണമെന്നും അള്ളാഹുവിൻ്റെ തീരുമാനമല്ലേ? പിന്നെ എന്തിനാണ് പടച്ചവൻ മനുഷ്യനെ ശിക്ഷിക്കുന്നത്? എന്തായാലും ഈ ഒരു ന്യായം അംഗീകരിക്കുകയാണെങ്കിൽ, സപ്പോസ് നിങ്ങൾ ചിന്തിക്കൂ, നാളെ പരലോകത്ത് വരുന്ന അനേക കോടി ബഹുദൈവ വിശ്വാസികളും തിന്മകൾ പ്രവർത്തിച്ചവരും നരകാവകാശികളും അവിടെ വെച്ചുകൊണ്ട് പറയും, അള്ളാഹുവേ, നരകത്തിലേക്ക് പോകേണ്ടവനായി നീ ഞങ്ങളുടെ പേരിൽ വിധി നിർണയിച്ചു വെച്ചത് കൊണ്ടല്ലേ ഞങ്ങൾ നരകത്തിലേക്ക് വന്നത്, ഞങ്ങളല്ലല്ലോ അതിൻ്റെ ഉത്തരവാദികളെന്ന് അവർക്ക് ധൈര്യമായി അവിടെ വെച്ച് പറയാമല്ലോ. അങ്ങനെ ഒരു ന്യായമുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ഈ ഉപദേശങ്ങൾക്കും കാര്യങ്ങൾക്കും എന്താണ് ഒരു വിലയുള്ളത്? നിങ്ങൾക്കറിയാം, ഈ പ്രോഫ്കോൺ കഴിയുമ്പോഴേക്കും എത്രയോ കുട്ടികൾ നന്മയുടെ വഴിയിലേക്ക് വരുന്നു. അതെന്തുകൊണ്ടാണ് പടച്ചൊന്ന് തീരുമാനിച്ചതാ? അതായത് ഈ വിളി എല്ലാവർക്കും കിട്ടി, പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോൾ വരണം എന്ന് ചിന്തിക്കുക എന്നത് നന്മയിലേക്ക് വരാനുള്ള നമ്മുടെ റോളാണ്. നമ്മുടെ റോള് നമ്മൾ നിർവഹിക്കണം, ആ റോളും. പിന്നെ അള്ളാഹു നരകത്തിലേക്ക് സ്വത്തിന് പോകേണ്ട ആൾക്കാരെയൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രവാചകന്മാരെന്തിനാണ്? സ്വർഗനരകങ്ങളെക്കുറിച്ച് അറിയിക്കുന്ന എന്തിനാണ്? അതൊരു തെറ്റായ വിശ്വാസം മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹുവിനു പറയാൻ കഴിയുമല്ലോ എന്ത്, ഈ ഇരിക്കുന്ന എന്നെ നിങ്ങളെയും കുറിച്ചിട്ട് നമ്മൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് ചോദിച്ചാൽ ത്രികാലജ്ഞാനിയായ അള്ളാഹുവിന് അത് അറിയും. അള്ളാഹു അറിയുന്നു എന്നുള്ളതല്ല നമ്മൾ നരകത്തിൽ പോകാൻ കാരണം, സ്വർഗത്തിൽ പോകാൻ കാരണം. ബൈക്കെടുത്ത് രാവിലെ പോകുമ്പോൾ ഉമ്മ പറഞ്ഞു, ഇന്ന് ബൈക്കിൽ തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞയച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പിന്നെ കുട്ടി മരിച്ചു. വീട്ടിൽ നിന്ന് പെങ്ങൾ പറയാണ്, അത് നിങ്ങളിന്ന് പോയപ്പോൾ പറഞ്ഞതുകൊണ്ടാണ് അവൻ അപകടത്തിൽപ്പെട്ടതെന്ന്. ഞാൻ പറഞ്ഞു, അവൻ്റെ പോക്ക് കണ്ടാൽ അപകടമുണ്ടാകുമെന്നത് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. ആ അറിവാണോ അപകടത്തിൽപ്പെടുത്തിയത്? ഒരിക്കലുമല്ല, അറിവല്ല. മറിച്ച് എന്താണെന്ന് വിചാരിച്ചാൽ അള്ളാഹുവിനെ അറിയും എന്നത് നമ്മുടെ പ്രവർത്തനങ്ങളെ ഒരിക്കലും ബാധിക്കില്ല. മിസ്കാര തരത്തിൽ ഹൈറ, നന്മ ചെയ്താൽ നന്മയുടെ പ്രതിഫലം തരും, തിന്മ ചെയ്താൽ തിന്മയുടെ പ്രതിഫലം തരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നന്മയ്ക്ക് കിട്ടുന്ന അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം, തിന്മയുടെ അവസരങ്ങളെ നമ്മൾ നിരാകരിക്കണം. അതൊരിക്കലും നമ്മളെ ബാധിക്കില്ല. പിന്നെ ഇത് തെളിവ് പറയുന്ന ആൾക്കാരെ തൽക്കാലം കഴിച്ചിലാകാൻ വേണ്ടി തെളിവ് പറയുന്ന ആൾക്കാരെ നമ്മൾ ചോദിക്കുന്നത് വെച്ചാൽ, എഴുതി വെച്ചത് ഷഖീ സഈദ് സൗഭാഗ്യവാനോ ദൗർഭാഗ്യവാനോ എന്നുള്ളത് മാത്രമല്ല എഴുതി വെച്ചത്. എന്താ അറിയോ? എന്ന് മരിക്കും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് മരിക്കും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കൊരു 10 നിലയുള്ള ഒരു ഫ്ലാറ്റിൻ്റെ മേലെ താഴേക്ക് ചാടി വെക്കുക, സ്വാഭാവികമായിട്ട് മരിക്കുന്ന ഡേറ്റിലേ മരിക്കുള്ളൂ. മരണം എഴുതി വെച്ചല്ലേ. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എങ്ങനെ അങ്ങോട്ട് നോക്കണം? നമ്മളെ മരണം തീരുമാനിച്ചിട്ടെങ്കിൽ എന്ത് സംഭവിക്കും? റിസ്ക് കണക്കാക്കിയതാണ് സുഹൃത്തുക്കളെ. എത്ര ഇടങ്ങളുണ്ട് ഒരു സെമസ്റ്ററിൻ്റെ പരീക്ഷ എഴുതാൻ? റിസ്ക്കും ജോലിയൊക്കെ നിശ്ചയിച്ചാണ്. നിങ്ങൾ എഞ്ചിനീയർ ആണോ തീരുമാനമാണ്, ഡോക്ടറാണോ തീരുമാനമാണ്. പിന്നെ ഇതിന് വെറുതെ എഴുതി പോയ പേപ്പറൊക്കെ പഠിച്ച് മെനക്കെട്ട് ഇറങ്ങാണോ എന്തിനാ? നമ്മൾ ആയിക്കോളൂല്ലേ ഡോക്ടർ? 4 കാര്യം പറഞ്ഞിട്ട് 1 മാത്രം എടുക്കുക, ബാക്കി 3 വിടുക. അതെന്ത് നീതിയാണ്? കണക്കാക്കി റിസ്ക് കണക്കാക്കിയത് പറയണം നമ്മൾ. അതേപോലെ തന്നെ ആയുസ് കണക്കാക്കിയത് പറയണം. പിന്നെ ഷഖീയാണോ സഈദാണോ കണക്കാക്കിയത് പറയണം. അപ്പോൾ ആയുസ് നിലനിൽക്കാൻ പ്രയത്നങ്ങൾ ആവശ്യമാണെങ്കിൽ, റിസ്ക് നിലനിൽക്കാൻ പ്രയത്നങ്ങൾ ആവശ്യമാണെങ്കിൽ, ഹിദായത്ത് നിലനിൽക്കാനും എന്ത് വേണം? പ്രയത്നങ്ങൾ ആവശ്യമാണ്. പ്രയത്നങ്ങൾ ചെയ്യാത്തവൻ, അപ്പോൾ ജോലിക്ക് പോകാതെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വീട്ടിലിങ്ങനെ ഒരു പണിക്കും പോകാതിരിക്കും. അമ്മ ചോദിക്കാണ്, എന്താ മോനെ എത്ര പൈസ ചിലവാക്കിയത് എന്നെ പഠിപ്പിച്ച്, എന്താ നീ ഒരു പണിക്കും പോകാത്തത്? അത് എനിക്ക് എന്തെങ്കിലും ജോലി പടച്ചോൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടും, അതുവരെ ഞാൻ അവിടെ ഇരിക്കും എന്ന് ഏതെങ്കിലും പൊട്ടന്മാർ പറയും സുഹൃത്തുക്കളെ, എന്ന് പറയും. അപ്പം എന്താ അമ്മ പറയാം? കുട്ടി എവിടെയെങ്കിലും ഒരു PSCക്ക് എഴുതിയേ, എൻ്റെ ബയോഡാറ്റ കൊടുക്കേ, എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ ആരാ എന്നെ ജോലിക്ക് തിരഞ്ഞിവിടെ വരിക എന്ന് നമ്മൾ എത്രയൊന്നും ബുദ്ധിയില്ലാത്ത അമ്മ ചോദിക്കൂലേ? അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതൊക്കെ നമുക്ക് തൽക്കാലം രക്ഷപ്പെടാനുള്ള ന്യായങ്ങളാണ്. ഈ ന്യായങ്ങൾ ജീവിക്കുന്ന കുറേ ആളുകൾ യഥാർത്ഥത്തിലുണ്ട് എന്നൊരുവേ ഈ ഫ്രീ തിങ്കേഴ്സിൻ്റെ ഒക്കെ സൈറ്റുകളിൽ സ്ഥിരമായി കയറുന്ന ആളുകളൊക്കെ വലിയ ബുദ്ധിയിലാണ് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നത്. ഈ കാര്യങ്ങളൊക്കെ ശരിയായി. സത്യത്തിൽ ഈ ചോദ്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ അറിയും, ഇസ്ലാമിനോടുള്ള മതിപ്പ് നമുക്ക് കൂടുക ചെയ്യാം. ഇസ്ലാമിനോടുള്ള മതിപ്പ് നമുക്ക് കൂടുകയാണ് ചെയ്യുക, വർദ്ധിക്കുകയാണ് ചെയ്യാം. കാരണം സത്യം ഓരോന്നിനെക്കുറിച്ചും ശരിക്കൊന്ന് അന്വേഷിച്ച് പഠിക്കുമ്പോൾ അതാ വരിക. ഞാൻ കഴിഞ്ഞ ഇതിൽ ഞങ്ങളോട് പറഞ്ഞല്ലോ, ഓരോ ഇസ്ലാമിക നിയമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കും. ഇപ്പോൾ ഒരാൾ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് പഠിക്കുമ്പോൾ എന്താ വെച്ചാൽ, അങ്ങനത്തെ ഒരു ദൈവം ആവശ്യമാണ്, നിർബന്ധമായിട്ടും അങ്ങനത്തെ ഒരു ദൈവം ഉണ്ടാവണം. അല്ലാതെ ഈ മസ്തിഷ്കം ഉണ്ടാവില്ല, അല്ലാതെ ഈ ഭൂമി ഉണ്ടാവില്ല, മരം ഉണ്ടാവില്ല, ഒക്കെ പറയാം. പക്ഷെ ആ ദൈവം ഉണ്ടെന്നതിന് എന്താ തെളിവ് എന്ന അടുത്ത ചോദ്യം.
ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ നിങ്ങൾ? ആ ചോദ്യത്തിന് ഉത്തരം എന്താ സുഹൃത്തുക്കളെ? ആ ചോദ്യത്തിന് ഉത്തരം വിശുദ്ധ ഖുർആൻ അമാനുഷികമല്ലെങ്കിൽ, വിശുദ്ധ ഖുർആൻ അമാനുഷികത ഇല്ലാന്ന് തെളിഞ്ഞാൽ ഇവർ പറയണതൊക്കെ നമ്മൾ അംഗീകരിക്കും. വിശുദ്ധ ഖുർആനിന് അമാനുഷികത ഉണ്ടെങ്കിൽ, ഒരു ദൈവം ഉണ്ടാകണം എന്ന് ബുദ്ധി പറയുന്നുവെങ്കിൽ ആ ദൈവം ആരെന്ന് പറയാനാണ് ഖുർആൻ. അതാണ് സത്യം. അതുകൊണ്ട് തർക്കിക്കുന്നവരും സൈറ്റിലിടുന്നവരും സംവാദത്തിന് വരുന്നവരും യഥാർത്ഥത്തിൽ സംവാദം നടത്തേണ്ടത് ഖുർആൻ മാനുഷികമോ ദൈവികമോ, അവിടെ ചർച്ച. ഒരു പയ്യൻ എൻ്റെ കോളേജിലേക്ക് ഒരു വലിയ പുസ്തകത്തിൽ കുറേ എഴുതി കുറിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അവന് വേറെ ഒരു ഇസ്ലാമിനെ പറ്റി അവനോട് സംസാരിച്ചപ്പോൾ അവൻ ഇവനോട് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നീ ഒരു ഇസ്ലാമിക് ആളത്തിൻ്റെ ഇത് കൊണ്ടുപോയി, എനിക്ക് ആൾ കുറച്ച് ചോദിക്കാണ്ട്. അങ്ങനെ ഇപ്പോൾ കുറേ ചോദ്യം, ഇസ്ലാമിലെ ഡൈവേഴ്സ്, ബഹുഭാരിത്യം, ഇങ്ങനെ കുറേ സാധനം എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ വാങ്ങി നോക്കിയിട്ട് ഞാൻ അവനോട് പറഞ്ഞു, പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ യുക്തിയില്ലായ്മയും നോക്കി അംഗീകരിച്ച് ഞങ്ങളെല്ലാവരും ഇവിടെ കൂടി ആലോചിച്ചുണ്ടാക്കിയ ഒരു മതമല്ലത്. ഇതെന്താ അറിയോ? ഇത് ദൈവികമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. എന്ത് പൊട്ടത്തരം ഖുർആന് പറഞ്ഞാലും ഞങ്ങളത് സ്വീകരിക്കും. ഞങ്ങൾക്ക് അതിൻ്റെ യുക്തി നോക്കണ്ട. പാറം മടിച്ചു വെള്ളം വന്നു, വെള്ളം വന്നു, നമുക്ക് പ്രശ്നമില്ല. ഒരു ഒട്ടകം ഒരു ഒട്ടകം പ്രസവിക്കപ്പെടാതെ ഒരു ഒട്ടകം ഉണ്ടായി, സ്വാലിഹ് നബിൻ്റെ ഒട്ടകം, നമ്മൾ വിശ്വസിക്കും. ഇബ്രാഹിം നബിനെ തീയിലിട്ടു, കരിഞ്ഞില്ല. എന്താ വിശ്വസിക്കാൻ കാരണം? ഖുർആൻ അമാനുഷികമാണ്. ഖുർആൻ അമാനുഷികമാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ചർച്ചകൾക്ക് എന്ത് പ്രസക്തി? ഒരു പോസ്റ്റിനും പ്രസക്തി ഇല്ല. നീ ഇസ്ലാമിലെ എന്ത് പൊട്ടത്തരം ഒരാൾ ചൂണ്ടിക്കാണിച്ചാലും ഖുർആനിലുണ്ടോ നമ്മൾ സ്വീകരിക്കും. ആ എന്തുകൊണ്ടാ? ഖുർആൻ യുക്തിപരമാണ്. ഖുർആൻ യുക്തിപരമാണ്. ഖുർആൻ യുക്തിപരമാണെങ്കിൽ ഖുർആനിലുള്ളതെല്ലാം യുക്തിഭദ്രമാണ്. അള്ള പറഞ്ഞ പിന്നെ നമുക്ക് സംശയം? അതുതന്നെയാണ് ആധികാരികത. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഈ വിഷയങ്ങളൊക്കെ അടിസ്ഥാനപരമായി ഖുർആൻ്റെ സത്യത. അപ്പോൾ ഖുർആൻ ഇങ്ങനെ വ്യാഖ്യാനിച്ച് ശാസ്ത്രീയമൊന്നല്ല സുഹൃത്തുക്കൾ. 1400 കൊല്ലം മുമ്പ് വന്ന ഒരു വിജ്ഞാന ഗ്രന്ഥമാണ്. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യുന്ന സാധനമാണ്. 1400 കൊല്ലം എന്തൊക്കെ ലോകത്ത് സംഭവിച്ചു, എന്നിട്ട് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് വന്നൊരു വിജ്ഞാനം അന്യൂനമായി നിലനിൽക്കുന്നുവെങ്കിൽ അത് സുഹൃത്തുക്കളെ 1400 കൊല്ലങ്ങളെ സംഭവിക്കുന്നതിന് മുമ്പ് കാണാൻ കഴിഞ്ഞ ഒരു സ്രഷ്ടാവിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. 1400 കൊല്ലത്തെ വിജ്ഞാനങ്ങളുള്ളവനെ അത് പറയാൻ പറ്റുള്ളൂ. അതൊരിക്കലും എത്ര എഡിഷൻ വന്നിട്ടും എന്തേ സുഹൃത്തുക്കളെ, ജൂതന്മാരൊക്കെ കുത്തിയിരുന്ന് പഠിച്ചിട്ടും എന്താ കാണാത്തത്? ഒരു വാചക ഘടനയിലൊരു തകരാറ്, അല്ലെങ്കിൽ ആശയത്തിലൊരു തകരാറ്. അതിന് പിന്നെ വ്യാഖ്യാനിച്ചുണ്ടാക്കുകയാണ്, ശാസ്ത്രത്തിന് ഒപ്പിക്കുകയാണ്, വെറുതെ പറയാണ്. മറജൽ ബഹ്റൈനി എൽത്തക്കിയാൻ വ്യാഖ്യാനിച്ച് ഒപ്പിച്ചതാ. കടലിൽ ഉപ്പ് വെള്ളവും ഇത് ചേരാതെ കിടക്കുന്നു എന്ന് വ്യക്തമായ ഒരു വ്യാഖ്യാനം വേണ്ട. ലോകത്തിലെ ഏത് ഭാഷയ്ക്ക് പരിഭാഷപ്പെടുത്തിയാലും പച്ചയായി കിട്ടും. അത് മാപ്പിൽ ഗൂഗിളിൽ അടിച്ചാൽ ലോകത്ത് എവിടെ കണ്ടെന്ന് കാണും. സുഹൃത്തുക്കൾ, അതിനെക്കുറിച്ച് ഒരു കഥയില്ലാത്ത, ലോകത്തെ അത്ഭുതം നൂറ്റാണ്ടുകളോളം കണ്ടിട്ടില്ലാത്ത കാലത്ത് ഖുർആൻ അത് പച്ചയായിട്ട് പറയണമെങ്കിൽ അത് അന്ന് കണ്ടവനും അറിഞ്ഞവനും അള്ള മാത്രമേ ഉള്ളൂ. ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലുള്ള കുട്ടിയുടെ ഭ്രൂണത്തിൻ്റെ ഷേപ്പിനനുസരിച്ചൊരു പേര് കൊടുക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ, സ്കാനിങ്ങും എക്സ്റേ ഒന്നും ഇല്ലാത്ത കാലത്ത് മുളുകത്ത്, അലക്കത്ത്, അട്ട പോലെ എന്നൊക്കെ പറഞ്ഞൊരു പേര് കൊടുക്കണമെങ്കിൽ അത് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ കണ്ടൊരാക്കേ പറ്റുള്ളൂ. അത് കണ്ട ഒരാൾ, സ്കാനിങ് ഇല്ലാതെ ഒന്നുമില്ലാതെ കണ്ട ആൾ ആരാന്ന് വെച്ചാൽ ആ ആളെടുത്തുനിന്ന് വന്നതാണ് ഖുർആൻ. അത് ബോധ്യപ്പെട്ടാൽ അതിൽ പറഞ്ഞതെന്തും ഞങ്ങൾക്ക് ശരിയാണ്. അതുകൊണ്ട് തർക്കിക്കുന്നവരും വാദിക്കുന്നവരും ആദ്യം സംവാദത്തിന് തയ്യാറാവേണ്ടത് ഖുർആന്റെ ദൈവികതയെക്കുറിച്ചാണ്. ആ ദൈവികത ബോധ്യപ്പെട്ട ഒരുത്തന് പിന്നെ ഖുർആൻ പറഞ്ഞ ഒരു ആശയത്തിലും തർക്കമില്ല, സംശയമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ പഠിക്കണം. പുതിയ കാലം അപകടത്തിൻ്റെതാണ്. ഒരു പക്ഷേ ശാസ്ത്രത്തിൻ്റെയും മറ്റു ബുദ്ധിയുടെയും പേര് പറഞ്ഞ് ഇസ്ലാമിൻ്റെ ആ സത്യതയെ ചോദ്യം ചെയ്യുകയും അതിൻ്റെ മാറ്റിനെ കളങ്കേൽപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും മറുപടി പറയാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റും. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ആളുകളാണ് സുഹൃത്തുക്കളെ. നല്ല റിസർച്ച് നടത്തിയിട്ട് ഓരോരുത്തരും പറയുന്ന ആരോപണങ്ങൾക്ക് മറുപടി കണ്ടെത്തി അതിശക്തമായി അതിനെ നേരിടാൻ ഈ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന, അത് സത്യമെന്ന് വിശ്വസിക്കുന്ന നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാകുമ്പോൾ സ്വാഭാവികമായും അത് ജീവിതത്തിലെ വലിയൊരു തീരുമാനമായിരിക്കും. ഇന്ന് ആനുകാലികമായി നാം ചെയ്യേണ്ട ഒരു ദൗത്യമാണ് അത്. ഈ കേരളത്തിലെ ഏറ്റവും ഉത്ബുദ്ധ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ. അത് നിങ്ങൾ ഏറ്റെടുക്കണമെന്നുകൂടെ ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്.